അയ്യപ്പേട്ടാ, ആലപ്പുഴ CPM-ൽ വിഭാഗീയത ഉണ്ട് എന്ന് പലപ്പോഴായി പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ട് ആലപ്പുഴയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത ജില്ലാ യോഗം നടന്നു. ഇതിൽ പ്രതിനിധികൾ കുറഞ്ഞതിനെക്കുറിച്ച് രഹസ്യാന്വേഷണം വരികയാണ്. അതായത് 418 പേരെയാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നത്. പക്ഷേ ആകെ എത്തിയത് 214 പേരാണ്. അല്ല, തീർച്ചയായിട്ടും ഈ രഹസ്യാന്വേഷണം എന്ന് പറയുന്നത് പാർട്ടി തന്നെ നിയമിച്ച രഹസ്യാന്വേഷകരായിരിക്കും, അല്ലാതെ വേറെ ആർക്കും ഇവിടെ പണി. ഇപ്പൊ സർക്കാരിന്റെ അതെ, പക്ഷെ ഇതിപ്പോ സർക്കാരിന്റെ പരിപാടി ആയതുകൊണ്ട് പിണറായിയുടെ പോലീസും ചിലപ്പോൾ അന്വേഷിച്ചെന്ന് വരും. അപ്പൊ പോലീസ് എന്ന് അന്വേഷിച്ചിട്ട് അന്വേഷണത്തിൽ അവർക്ക് തന്നെ ചിരി വരും. അത് അവരെ പാർട്ടിക്കകത്ത് തൊട്ടിക്കുത്താണ്, നമ്മൾ എന്ത് ചെയ്യാൻ സാറേ എന്ന് DYSP റാങ്കിലുള്ളവരടുത്ത് ഈ കീഴിലുള്ള പോലീസുകാർ പറയും. എന്തായാലും ആലപ്പുഴ CPM-ലെ വിഭാഗീയത ഇതിൽ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. തീർച്ചയായിട്ടും CPM-ന്റെ ചരിത്രത്തിൽ പിന്നെ ഏറ്റവും കൂടുതൽ വിഭാഗീയത പാർട്ടി ഉണ്ടായ കാലം മുതലുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. പി കൃഷ്ണപിള്ള എന്ന പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ VS അച്യുതാനന്ദനുള്ള പുന്നപ്ര, വയലാർ തുടങ്ങിയ സ്ഥലങ്ങൾ VS-ന്റെ സ്ഥലമാണ് ആലപ്പുഴ. അവിടെയാണ് ഏറ്റവും കൂടുതൽ കടുത്ത വിഭാഗീയത നിലനിൽക്കുന്നത്. അതിൻ്റെ കാരണം ആദർശപരമായ വിഭാഗീയത ആണെന്ന് ചോദിച്ചാൽ ഔദ്യോഗിക പക്ഷവുമായിട്ടുള്ള പ്രശ്നമാണ്. ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാകുന്നത് പാർട്ടിയിൽ എന്ന് വിഭാഗീയത ഉണ്ടായെന്ന് വെച്ചാൽ പാർലമെൻ്ററി തലത്തിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കൂടുതൽ താല്പര്യം വന്ന്, അതായത് ഭരണത്തിലേക്ക് CPM വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു അധികാരം കൈയാളുന്ന സുഗലോലുപത എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായി തുടങ്ങിയോ അന്ന് മുതൽ പാർട്ടിയുടെ സംഘടന തത്വങ്ങൾ ക്ഷയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള ഒരു ജില്ല ആലപ്പുഴ ജില്ലയാണ്. ആശയപരമായിട്ടാണോ എന്ന് ചോദിച്ചാൽ ആശയപരമായിട്ടുള്ളതിനേക്കാൾ ഉപരി അല്ലാതെയൊക്കെയുള്ള തർക്കങ്ങളാണ് ഈ പാർട്ടിക്കകത്തുള്ളത്. പണപ്പിരിവ്, വെട്ടിപ്പ്. ഇപ്പോൾ ആലപ്പുഴ കാര്യം പറയുമ്പോൾ ഈ ജില്ലാ സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുമ്പ് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത ജില്ലയായ കരുനാഗപ്പള്ളിയിൽ ഇപ്പോഴും അഡ്ഹോക് കമ്മിറ്റിയാണുള്ളത്. അവിടെ കമ്മിറ്റി പിന്നെ ഇന്ന് വരെ CPM-ന്റെ ചരിത്രത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത രീതിയിൽ തെരുവിൽ പിന്നെ തല്ല് നടന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം സമ്മേളനം, അതായത് ജില്ലാ സമ്മേളനം നടന്ന പിന്നെ ഓഡിറ്റോറിയത്തിനെ പുറത്ത് ഈ പിന്നെ പൂട്ടിയിട്ടുണ്ട്, ഗേറ്റ് പൂട്ടി, നേതാക്കൾ അകത്തിട്ട് പൂട്ടിയിട്ടുണ്ട് എന്ന് അങ്ങനെയുള്ള പ്രശ്നം വരെ കരുനാഗപ്പള്ളി ഉണ്ടായിരുന്നു. കൊല്ലത്ത് അതിഭീകരമായ വിഭാഗീയത ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, ഈ കരുനാഗപ്പള്ളിയുടെ ഒരു കാറ്റ് എത്തിയിട്ടുണ്ട് ഈ പറയുന്ന ആലപ്പുഴ. അപ്പം ആലപ്പുഴയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് AM ആരിഫ് എന്ന് സ്ഥാനാർത്ഥിയായി. അതായത് ആലപ്പുഴയെ സംബന്ധിച്ച് നമ്മുടെ ഒരു ചരിത്രം എടുക്കുമ്പോഴത്തേക്ക് മാരാരിക്കുളത്ത് VS-നെ തോൽപ്പിച്ചതാണ്. നിയമസഭയിലേക്ക് മത്സരം നടക്കുമ്പോൾ VS മുഖ്യമന്ത്രിയാകുമെന്ന് അവസ്ഥ വന്നപ്പോൾ അന്ന് VS-നെ തോൽപ്പിക്കുന്നതിന് CPM-നകത്ത് സുധാകരൻ ഉൾപ്പെടെയുള്ളവർ കളിച്ചെന്ന് പറയുന്നുണ്ട്. സുധാകരൻ, തോമസ് ഐസക് ഒക്കെ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി ഘടകങ്ങളാണ്, പാർട്ടി ആൾക്കാരാണ്. ഇപ്പോൾ CS സുജാത ആലപ്പുഴയുള്ളതാണ്. പിന്നെ ഈ പറയുന്ന നമ്മുടെ പ്രതിഭാഹരി ആലപ്പുഴ കായംകുളത്തുകാരിയാണ്. ഇത്തരത്തിൽ ആലപ്പുഴയിൽ CPM എന്ന പാർട്ടി ഉണ്ടായ കാലം മുതൽ അതിഭീകരമായി വിഭാഗീയത ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രജിത അല്പം പറഞ്ഞ പോലെ CPM എന്ന് പറയുന്ന പാർട്ടി ജില്ലാ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ അവിടെ പിണറായി വിജയൻ അവിടെ വന്ന് വടിയും വെച്ച് അവിടെ ഇരുന്നിട്ടുണ്ട്. വടിയും വെച്ചിരുന്നു പറഞ്ഞാൽ അവിടെ ഇരുന്ന് അദ്ദേഹമാണ് നിയന്ത്രിച്ചത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു കടുത്ത വിഭാഗീയത ഉണ്ടാകുമെന്ന്. അത് ഞാൻ പറഞ്ഞു വന്ന വേറൊരു കാര്യം, AM ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് ആലപ്പുഴയിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ നാളുകളായി പിന്നെ ആലപ്പുഴ ഒരു സ്ഥാനാർത്ഥി, ഇപ്പോൾ KC വേണുഗോപാലാണ് ആലപ്പുഴ ജയിച്ചത്. കണ്ണൂരുകാരനായ KC വേണുഗോപാലിനെ അവിടെ കൊണ്ട് നിർത്തുമ്പോൾ CS സുജാത ഒരു തവണ അദ്ദേഹം തോൽപ്പിച്ചിട്ടുണ്ട്. ഈ KC വേണുഗോപാൽ, CS സുജാത ഒരു തവണ ജയിച്ചിട്ടുണ്ട് ലോകസഭയിൽ. അപ്പോൾ ആലപ്പുഴ എങ്ങോട്ട് വേണോ മാറാവുന്ന ഒരു പിന്നെ മണ്ഡലമാണ് ലോകസഭയിൽ. അപ്പോൾ ഇത്തവണ BJP-യുടെ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചതാണ്. ഇപ്പൊ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യയും മകനും വോട്ട് പിടിക്കാൻ പോയത് ശോഭയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഈഴവ കമ്മ്യൂണിറ്റി കൂടുതലുള്ളൊരു സ്ഥലമാണ് ഈ ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ആരിഫിനെ കൊണ്ടുവന്നത് പലതവണ സുധീരനും ജയിച്ചിട്ടുണ്ട്. VM സുധീരനും പലതവണ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഒരു ഡോക്ടർ മനോജ് കുരിശിങ്കൽ അവിടെ നിന്ന് പാർട്ടിയുടെ ആളായിട്ട് ജയിച്ചിട്ടുണ്ട്. മനോജ് കുരിശിങ്കൽ എന്നല്ല, ഡോക്ടർ മനോജ് എന്നാണ് കറക്റ്റ് പേര്. പിന്നീട് രണ്ടാമത് TJ ആഞ്ചലോസ് CPM സ്ഥാനാർത്ഥിയായിട്ട് തന്നെ ലോക്സഭയിൽ ജയിച്ചിട്ടുണ്ട്. അല്ലാതെ അദ്ദേഹം നിയമസഭയിൽ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. CPM-ന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുമ്പോഴും പാർട്ടിയിൽ അതിഭീകരമായ വിഭാഗീയത പണ്ട് മുതലുള്ളൊരു ജില്ല തന്നെയാണ്. AM ആരിഫ് ജയിക്കുന്നതിൻ്റെ കാരണം ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ നിരോധിത സംഘടനയായ PFA, SDPI ഇവരിലേക്ക് അംഗങ്ങളെല്ലാം ഈ മുസ്ലിം സ്നേഹത്തിൻ്റെ ഫലമായിട്ട്
ന്യൂനപക്ഷ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് ആണ് ഈ പറയുന്ന ആരിഫ് ജയിച്ചിട്ടുള്ളത്. ആരിഫ് ജയിച്ച് വന്ന ശേഷം ഉണ്ടായ ഒരു മാറ്റം പകൽ CPM രാത്രി SDPI ആയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പകൽ CPM SDPI ആയിട്ടുള്ള പാർട്ടി അംഗങ്ങളാണ്, SDPI ആയിട്ടുള്ള പാർട്ടി അംഗങ്ങളാണ് കഞ്ചാവ് കള്ളക്കടത്ത് കേസ്, പാൻപരാഗ് കേസുകളൊക്കെ പോലീസ് ലോറി കണക്കിന് പാൻപരാഗൊക്കെ പിടിച്ചത് ഈ പറയുന്ന ആൾക്കാരൊക്കെയാണ്. ഈ സലീം പോലും ഒരു SDPI കാരനെന്നാണ് പറയുന്നത്, ഈ ജില്ലാ സെക്രട്ടറി സലീം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയാണ് നമ്മൾ ഈ സംസാരത്തിന്റെ തുടക്കം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് എന്തുകൊണ്ട് ആൾ കുറഞ്ഞു എന്ന് വെച്ചാൽ ഈ കടുത്ത വിഭാഗീയത തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇപ്പോഴും സുധാകരന് ഒരു സ്ട്രോങ് കുറച്ച് ആൾക്കാർ അവിടെയുണ്ട്, സുധാകരനെ അനുകൂലിക്കുന്നവരുണ്ട്, പിന്നെ VS-നെ അനുകൂലിക്കുന്നവർ തന്നെ ആയിരിക്കാം സുധാകരനെ അനുകൂലിക്കുന്നത്. പഴയ സുധാകരൻ പക്ഷവും തോമസ് ഐസക് പക്ഷവും ഇപ്പോൾ ഒരുമിച്ച് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല പഴയ MA ബേബി പക്ഷമുണ്ട്, MA ബേബിയുടെ ഒപ്പം നിന്നിരുന്ന VS-നൊപ്പം വന്നിരുന്നവരും ഉണ്ട്. അപ്പോൾ ഫലത്തിൽ അത് മാത്രമല്ല, വിഭാഗീയത മാത്രമല്ല, സർക്കാർ അന്വേഷിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്. തങ്ങളുടെ സ്വന്തം പാർട്ടിക്കകത്ത് വിഭാഗീയത മാത്രമല്ല, ഈ ഭരണത്തിലെ കെടുകാര്യസ്ഥത. മുഖ്യമന്ത്രി LDF വരും, എല്ലാം ശരിയാകും എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ ടാഗ് ലൈനിൽ എല്ലാം തീരുന്നില്ല. ആലപ്പുഴയിൽ നിരവധി പ്രശ്നങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കേണ്ട വിഷയങ്ങളുണ്ടാകും, അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാകും. ആ വിഷയങ്ങളെ നിർത്തിക്കൊണ്ടുകൂടി തന്നെ ആകാം ഈ സർക്കാരിന്റെ പരിപാടിക്ക് പാർട്ടി നിയോഗിച്ച ആൾക്കാർ പങ്കെടുക്കാത്തതെന്ന് പറയുന്നതിൽ തെറ്റില്ല. അതായത് മതം, സാമൂഹ്യം, രാഷ്ട്രീയം, സാംസ്കാരികം, ഉദ്യോഗസ്ഥ, വ്യവസായം തുടങ്ങി 17 മേഖലകളിലെ അതിഥികളെയായിരുന്നു ക്ഷണിച്ചത്. തീർച്ചയായിട്ടും ഇതിൽ വന്നവർ 14 പേർ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംവദിച്ചു. അതെ. ബാക്കിയുള്ളവർ നിർദ്ദേശം എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. അതെ. ഈ നിർദ്ദേശം എഴുതി കൊടുക്കുക എന്ന് പറയാൻ ഇവർക്കൊക്കെ അറിയാം ഇതൊന്നും നടപ്പിലാകാൻ പോകുന്നില്ല എന്നുള്ളത്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ്. ഇതിലാണെങ്കിൽ പങ്കെടുത്തിരിക്കുന്നത് നോക്കൂ, MLA-മാരായിട്ട് മന്ത്രിമാരായിട്ടുള്ള സജി ചെറിയൻ, KB ഗണേഷ് കുമാർ, MLA-മാരായിട്ടുള്ള PP ചിത്തരഞ്ജൻ, H സലാം, MS അരുൺകുമാർ, ദലീമ ജോജോ, U പ്രതിഭ, തോമസ് K തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി, ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റ് ഡോക്ടർ VK രാമചന്ദ്രൻ, ADM ആശ C എബ്രഹാം, അങ്ങനെയുള്ളവരൊക്കെയാണ്, കളക്ടർ അലക്സ് വർഗീസ്, അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് പങ്കെടുത്തത്. ഈ യോഗത്തിലാണ്, അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണല്ലോ. ആ യോഗത്തിലാണ് ഇത്ര പേരെയും 418ഓളം പേരെ ക്ഷണിച്ചിട്ട് 214 പേർ മാത്രം വന്നത്. അത് സത്യത്തിൽ പിണറായിക്കുള്ള നല്ല മുഖത്തടിയാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. സർക്കാർ ഇത് ആളെ കൂട്ടുന്ന വെറുതെ ആളല്ലല്ലോ, ഇതൊരു സർക്കാർ പരിപാടിയാണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് പാർട്ടിക്കകത്ത് വിഭാഗീയതയുടെ ഫലമായിട്ട് ആൾ കുറഞ്ഞു എന്ന രീതിയിൽ പറഞ്ഞത്, പൊതുവിൽ ആ പ്രതിഷേധം ചിലപ്പോൾ ഇതിന് പൊതു സദസ്സ് ഉണ്ടെങ്കിൽ ആ സദസ്സിലും ആൾ കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള ആളുകൾ പോലും വന്നിട്ടില്ല, അദ്ദേഹത്തോട് സംവദിക്കേണ്ടത്. അത് ഈ പറയുന്ന യാത്രയോടുള്ള വിമുഖത തന്നെ ആയിരിക്കാം. കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്മൾ നാളിതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ ഉണ്ടാകാത്ത തരത്തിൽ കുറെ വെളിയിൽ നിന്നുള്ള ആൾക്കാർ കയറി ഈവൻസ് നടത്തി അതിനെ അങ്ങ് സർക്കാരിനെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന സ്റ്റൈലാണ് കാണിക്കുന്നത്. നവകേരള യാത്ര പോലും അത്തരത്തിലാണ്. മുഖ്യമന്ത്രിക്ക് പിന്നെ ഹിന്ദു പത്രത്തിൽ ഒരു അഭിമുഖം കിട്ടണമെങ്കിൽ ഈവൻസുകാർ ഇടപെടേണ്ട അവസ്ഥ നമുക്ക് ഒന്ന് ആലോചിച്ച്. ഈ ഇവന്റ്സുകാരാണല്ലോ ഇപ്പോൾ ഈ PR വർക്കുകാരുമാണല്ലോ മുഖ്യമന്ത്രിയുടെ ഒരു ദിവസത്തെ അജണ്ട പോലും തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും പാർട്ടിക്കാർ പോലും മാറി നിന്ന് പോകുന്ന അവസ്ഥയാണ്. അതായത് പാർട്ടിയിലെ മെയിനായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യം, അവർക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കാര്യം വന്നാൽ ഒന്നുകിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി വിളിച്ച് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഒരു വിലയുണ്ട്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ച് പറഞ്ഞാൽ വിലയുണ്ട്. ഇത് പിണറായി വിജയൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചാലേ പോലീസ് പിന്നെ മറുപടി കൊടുത്താൽ മതി, അല്ലാതെ ബാക്കിയുള്ളവന്മാർ വിളിച്ചാൽ മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്ന രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന പോലെ മൂന്നാമത് തട്ടി നിൽക്കുന്നവർ പറഞ്ഞല്ല, താഴെ തട്ടിനാണ് ഏറ്റവും കൂടുതൽ ജനമുള്ളത്, ജനപങ്കാളിത്തമൊക്കെ അവിടെയാണ്. അപ്പോൾ അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ കടുത്ത നിർദ്ദേശങ്ങളും ഇതൊക്കെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ ഈ യാത്ര എന്ന് പറയുന്ന ഒരു കല്ലുകടി തന്നെയാണ്. ഈ നവകേരള യാത്രയിൽ വാങ്ങി വെച്ച പേപ്പറിൽ ഇദ്ദേഹം എന്തൊക്കെ ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ 4 വർഷം ഇദ്ദേഹം ഇവിടെ എന്ത് ചെയ്തു എന്നും പറഞ്ഞാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹം നിർദ്ദേശിച്ച ഈ പറഞ്ഞ പേരുകൾ, ഈ പറയുന്ന ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് വന്നില്ലെന്ന് ചോദിച്ചാൽ, അവർക്ക് അർഹമായ രീതിയിൽ ഒരു പരിഗണന ഈ 4 കൊല്ലം കൊണ്ട് അവരുടെ മുൻകാല പ്രവർത്തനങ്ങളിൽ ഒരു വിലയിരുത്തലോ അവർക്ക് വേണ്ടതോ ഈ സർക്കാർ കൊടുത്തിട്ടില്ല. ഈ അതുകൊണ്ടാവാം അതിഥികൾ. തീർച്ചയായിട്ടും. അതായത് ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ മാത്രം ഗവൺമെന്റ് അല്ല, എല്ലാ ജനങ്ങളുടെയും ഗവൺമെന്റാണ്. മുഖ്യമന്ത്രി ഈ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ട് അവസാനം ടാഗ് ലൈനിൽ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാം ചെയ്തു അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നമ്മളാരും ഈ കേരളത്തിലെ ജനങ്ങളാരും മണ്ടന്മാരൊന്നുമല്ല.